ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ല. വൈറ്റ് ഹൌസിലെ മാധ്യമപ്രവർത്തകരുടെ അത്താഴ വിരുന്നിനിടെ വെടിവയ്പുണ്ടായ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആഗോള രാഷ്ട്രങ്ങളിലും ഭയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഉന്നത നേതാക്കൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് രാജ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും വൈസ് പ്രസിഡന്റും സുരക്ഷിതരാണെന്ന് അറിഞ്ഞതിൽ അദ്ദേഹം ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. വാഷിംഗ്ടൺ DC-യിലെ ഹോട്ടലിലുണ്ടായ ആക്രമണ സംഭവത്തിൽ ട്രംപും കുടുംബവും സുരക്ഷിതരാണെന്ന് അറിഞ്ഞതിൽ താൻ ആശ്വാസഭരിതനാണെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മോദി കുറിച്ചു. അവരുടെ സുരക്ഷയ്ക്കായി അദ്ദേഹം ആശംസകൾ നേർന്നു. ജനാധിപത്യത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും അത് നിരുപാധികം അപലപിക്കപ്പെടണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ശനിയാഴ്ച രാത്രി വിരുന്നിനിടെ ഒരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തതോടെയാണ് സീക്രട്ട് സർവീസ് ഏജന്റുകൾ ട്രംപിനെയും മെലാനിയയെയും സ്ഥലത്തു നിന്നും മാറ്റിയത്. അക്രമി ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് നേരെയാണ് വെടിയുതിർത്തതെന്ന് FBI ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. എന്നാൽ ഏജന്റ് ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വെടിയുണ്ടയെ പ്രതിരോധിച്ചതിനാൽ അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രതിയെ രോഗാതുരമായ മനസ്സുള്ള വ്യക്തിയെന്നാണ് ട്രംപ് സംഭവത്തിന് പിന്നാലെ വിശേഷിപ്പിച്ചത്. സുരക്ഷാ ചെക്ക് പോസ്റ്റ് ഭേദിച്ച് അകത്ത് കയറാൻ ശ്രമിച്ച അക്രമിയെ സീക്രട്ട് സർവീസ് അംഗങ്ങൾ അതിസാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. ട്രംപ് പിന്നീട് പങ്കുവച്ച CCTV ദൃശ്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ഒരാൾ വേഗത്തിൽ ഇരച്ചു കയറുന്നത് കാണാമായിരുന്നു. വെടിവെച്ച് മുഴങ്ങുന്നതോടെ വിരുന്നിനെത്തിയ 2600ഓളം വരുന്ന അതിഥികൾ ആകെ പരിഭ്രാന്തരായി. താഴെ കിടക്കൂ എന്ന് ആളുകൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, റോബർട്ട് F. കെന്നഡി ജൂനിയർ, ആഭ്യന്തര സെക്രട്ടറി ഡഗ് ബെർഗം തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിലത്ത് കിടത്തിയാണ് സംരക്ഷണം ഒരുക്കിയത്. പിന്നീട് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. വാഷിംഗ്ടണിന്റെ സാമൂഹ്യ കലണ്ടറിലെ ഒരു പ്രധാന ഘടകമായ വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ അത്താഴം ഹിൽട്ടൺ ഹോട്ടലിന്റെ ബേസ്മെന്റിലെ ബോൾ റൂമിലാണ് നടന്നത്. അതിൽ മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരും ക്യാബിനറ്റ് അംഗങ്ങളുമാണ് പങ്കെടുക്കാറുള്ളത്. മുടങ്ങിപ്പോയ വിരുന്ന് 30 ദിവസത്തിനുള്ളിൽ വീണ്ടും നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന് നേരെ 2 തവണ വധശ്രമങ്ങൾ നടന്നിരുന്നു. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന ഒരു റാലിക്കിടെ അദ്ദേഹത്തിന്റെ കാതിൽ വെടിയേറ്റിരുന്നു. പിന്നീട് സെപ്റ്റംബറിൽ ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിലും അദ്ദേഹത്തിന് നേരെ വധശ്രമം നടന്നു. ഈ സംഭവം നടന്ന വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ തന്നെയാണ് 1981 അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെയും വധശ്രമം നടന്നത്. അതേസമയം പ്രതി വൻതോതിൽ ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നതായും സീക്രട്ട് സർവീസ് തടയുന്നതിന് മുൻപ് ഒന്നിലധികം ആയുധങ്ങളുമായി സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിലേക്ക് ഇയാൾ അതിക്രമിച്ച് കയറിയതായും ട്രംപ് പറഞ്ഞു. അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ സീക്രട്ട് സർവീസും നിയമപാലകരും അവിശ്വസനീയമാംവിധം നടപടി സ്വീകരിച്ചു. സംഭവത്തിന് ശേഷം തന്നെയും മറ്റു ഉന്നത നേതാക്കളെയും അവിടെ നിന്ന് മാറ്റിയതിന് അടുത്ത ദിവസം ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒന്നിലധികം ആയുധങ്ങളുമായി സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റിലേക്ക് ഇരച്ചു കയറിയ ആളെ സീക്രട്ട് സർവീസ് അംഗങ്ങൾ വീഴ്ത്തിയതായും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.